എം.എൽ.എയുടെ വികസന ഫണ്ടിൽ നിന്ന് ഏതാണ്ട് 17 ലക്ഷം രൂപയോളം അനുവദിച്ച് നിർമ്മിച്ചതായിട്ടുള്ള ഒരു അംഗൻവാടി കെട്ടിടമാണിത്. ലൈഫ് മിഷൻ പദ്ധതിയിൽ പോലും വീടുകൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 4 ലക്ഷം രൂപയൊക്കെയാണ് സർക്കാർ അനുവദിക്കുന്നത്. അത്തരത്തിൽ നിർമ്മിക്കുന്നതായിട്ടുള്ള വീടുകൾ പോലും ഇതിൽ എത്രയോ ഭേദമാണ്. എല്ലാവർക്കും ഈ ഒരു അംഗൻവാടി വിഷയത്തിൽ പരസ്യമായി അതൃപ്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു അംഗൻവാടി വിഷയത്തിൽ വീഡിയോ ചിത്രീകരിച്ചതിനുള്ള ഒരു മറുപടിയായിട്ടാണ് എം.എൽ.എ എനിക്കെതിരെ ഒരു വക്കീൽ നോട്ടീസ് ഫയൽ ചെയ്യുകയുണ്ടായത്. എനിക്കെതിരെ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ, ഈ ഒരു വകുപ്പുകളുമായിട്ട് എൻ്റെ വീഡിയോ യാതൊരുവിധ തരത്തിലുള്ള വസ്തുതയുമില്ല. നമസ്കാരം. അംഗൻവാടി നിർമ്മാണത്തിലെ അഴിമതി ചൂണ്ടിക്കാട്ടി യുവനേതാവിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച് നിയമ പോരാട്ടവുമായി റാന്നി എം.എൽ.എ. പത്തനംതിട്ട വടശ്ശേരിക്കര ഗ്രാമപഞ്ചായത്തിലെ 12-ാം വാർഡിൽ നിർമ്മിച്ചിരിക്കുന്ന അംഗൻവാടിക്കെതിരെയാണ് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. KSUവിൻ്റെ റാന്നി നിയോജക മണ്ഡലം പ്രസിഡന്റ് കൂടിയായ അമൽ ഷിബുവാണ് ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത്. ഇതിനെ തുടർന്നാണ് ഈ അമലിനെതിരെ വക്കീൽ നോട്ടീസ് റാന്നി എം.എൽ.എ ആയ പ്രമോദ് നാരായണൻ അയച്ചിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ കാണാം. ഈ അംഗൻവാടി ഏതാണ്ട് 400 സ്ക്വയർ ഫീറ്റ് മാത്രം വരുന്ന അംഗൻവാടിയാണിത്. ഈ അംഗൻവാടിയുടെ നിർമ്മാണത്തിനായി എടുത്തിരിക്കുന്ന എസ്റ്റിമേറ്റ് 17 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റാണ്. ഇപ്പോൾ യാതൊരുവിധ സൗകര്യവും ഈ അംഗൻവാടിക്കുള്ളിലില്ല എന്നുള്ളൊരു ആരോപണം വലിയ തോതിൽ ഉയരുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇത്തരമൊരു സോഷ്യൽ മീഡിയ പോസ്റ്റ് അമൽ ഷിബു പങ്കുവച്ചത്. ഇപ്പോൾ ഈ യുവനേതാവും എം.എൽ.എയും തമ്മിൽ പരസ്യമായി യുദ്ധം നടക്കുകയാണ്. നമുക്ക് ഈ വിവരങ്ങളൊക്കെ കുറിച്ച് അമലിനോട് തന്നെ ചോദിക്കാം. എം.എൽ.എയുടെ വികസന ഫണ്ടിൽ നിന്ന് ഏതാണ്ട് 17 ലക്ഷം രൂപയോളം അനുവദിച്ച് നിർമ്മിച്ചതായിട്ടുള്ള ഒരു അംഗൻവാടി കെട്ടിടമാണിത്. ഇതിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രത്തോളം ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ചതാണെങ്കിൽ പോലും ഏതാണ്ട് 400 സ്ക്വയർ ഫീറ്റോളം മാത്രമാണ് ഈ ഒരു അംഗൻവാടി കെട്ടിടം വരുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം മുതൽ തന്നെ നാട്ടുകാർക്ക് മൊത്തത്തിൽ ഒരു എതിർപ്പുകൾ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, ലൈഫ് മിഷൻ പദ്ധതിയിൽ പോലും വീടുകൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 4 ലക്ഷം രൂപയൊക്കെയാണ് സർക്കാർ അനുവദിക്കുന്നത്. അത്തരത്തിൽ നിർമ്മിക്കുന്നതായിട്ടുള്ള വീടുകൾ പോലും ഇതിൽ എത്രയോ ഭേദമാണ്. അപ്പോൾ ഇതിനുള്ളൊരു പ്രധാന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൽ മതിയോളം സൗകര്യങ്ങളും കാര്യങ്ങളുമില്ല. മാത്രമല്ല വളരെ ചെറിയ സ്പേസിൽ നിർമ്മിച്ചതായിട്ടുള്ള ഒരു അംഗൻവാടി കെട്ടിടമാണിത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച് ഈ വാർഡിലെ തന്നെ ഇതേ അംഗൻവാടി ജീവനക്കാരി ആദ്യം തന്നെ രംഗത്തെത്തിയിരുന്നു. അത്തരത്തിൽ ഇവിടുത്തെ ഈ ഒരു അംഗൻവാടി ടീച്ചർ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇവിടെ നിൽക്കുകയും ഈ ഒരു അംഗൻവാടി വിഷയം വളരെ വലിയ രീതിയിൽ ഒരു വിവാദത്തിലേക്ക് പോവുകയും ചെയ്യപ്പെട്ടോളാണ് എനിക്ക് ഈ ഒരു വിഷയം ഞാൻ ശ്രദ്ധിക്കപ്പെടുകയും അതുപോലെ തന്നെ ഞാൻ ഇത്തരത്തിൽ ഈ ഒരു അംഗൻവാടി വിഷയത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുവാനും ഇടയാവുന്നത്. അപ്പോൾ എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും, ഞാനൊരു യൂട്യൂബറാണ്. ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളിൽ ഞാൻ ഇടപെടാറുമുള്ളതാണ്. സോ അത്തരത്തിലാണ് ഈ ഒരു അംഗൻവാടി വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് എൻ്റെ നാട്ടിലെ തന്നെ ജനങ്ങളുടെ ഒരു ആവശ്യം, അതായത് ജനങ്ങളുടെ ഒരു പൊതു ആവശ്യമായിരുന്നു ഇത്. എല്ലാവർക്കും ഈ ഒരു അംഗൻവാടി വിഷയത്തിൽ പരസ്യമായി അതൃപ്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ജനങ്ങളുടെ ആവശ്യം മാനിച്ചാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചിത്രീകരിക്കാനുള്ള കാരണം. ഇത് ഇപ്പം എസ്റ്റിമേറ്റിൽ എന്തൊക്കെയാണ് പറയുന്നത്? തുക എസ്റ്റിമേറ്റിൽ എന്തൊക്കെയാണ് പറയുന്നത് അന്ന് ഓൾറെഡി തന്നെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് എസ്റ്റിമേറ്റിൽ ആദ്യം പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് ഗ്രൗണ്ട് ഫ്ലോർ, അതായത് 12,12,631 രൂപ 73 പൈസയാണ് കൺസ്ട്രക്ഷൻ ഓഫ് ഗ്രൗണ്ട് ഫ്ലോർ, അതായത് ഈ ഒരു ബിൽഡിംഗ് പണിയുവാനായി ചിലവ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സൈഡ് പ്രൊട്ടക്ഷൻ വാൾ, അതായത് ഈ കെട്ടിയിരിക്കുന്ന സൈഡ് പ്രൊട്ടക്ഷൻ വാളിന് ചിലവ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,61,652 രൂപ 85 പൈസയാണ്. ഇനി ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമൗണ്ട് ഓഫ് ഇലക്ട്രിഫിക്കേഷൻ, അതിനകത്ത് ചിലവ് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 78,000 രൂപയാണ്. അതുപോലെ തന്നെ പ്രൊവിഷൻ ഓഫ് GST എന്ന് പറയുന്നത് 2,47,371 രൂപ 22 പൈസയാണ്. പിന്നെ ഗ്രാൻഡ് ടോട്ടൽ 16,99,655 രൂപ 80 പൈസയുമാണ്. ഇത് റൗണ്ട് ഓഫ് ചെയ്ത് 344.20 പൈസയും കൂടെ ചേർത്ത് ടോട്ടൽ 17 ലക്ഷം രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് ഈ ഒരു അംഗൻവാടി കെട്ടിടത്തിന് ഇട്ടിട്ടുള്ളതായിട്ടുള്ളത്. PIPയുടെ സ്ഥലമായിരുന്നു ഈ വസ്തു. ഇങ്ങനെയൊരു അഴിമതി ചൂണ്ടിക്കാട്ടിയാണ് എം.എൽ.എ ഇപ്പോൾ നിങ്ങൾക്കെതിരെ വക്കീൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ, ഈ ഒരു അംഗൻവാടി വിഷയത്തിൽ വീഡിയോ ചിത്രീകരിച്ചതിനുള്ള ഒരു മറുപടിയായിട്ടാണ് എം.എൽ.എ എനിക്കെതിരെ ഒരു വക്കീൽ നോട്ടീസ് ഫയൽ ചെയ്യുകയുണ്ടായത്. അതായത് അദ്ദേഹം എനിക്കെതിരെ ചുമത്തപ്പെട്ടിട്ടുള്ള വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BNS സെക്ഷൻ 356, അതുപോലെ തന്നെ IT ആക്ട് സെക്ഷൻ 66C, അതുപോലെ തന്നെ 66D, അതുപോലെ തന്നെ IT ആക്ട് സെക്ഷൻ 79-മാണ്. അപ്പോൾ ഈ വകുപ്പുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിമിനൽ ഡിഫോമേഷൻ, അതുപോലെ തന്നെ ഓൺലൈൻ വഴി സാമ്പത്തിക തട്ടിപ്പ്, അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ സിഗ്നേച്ചറോ അല്ലെന്നുണ്ടെങ്കിൽ ഐഡൻറ്റിറ്റിയോ ഒക്കെ ദുരുപയോഗം ചെയ്യുക, സോഷ്യൽ മീഡിയയിലടക്കം വ്യാപകമായി പ്രചരിപ്പിക്കുക എന്നുള്ള തരത്തിലാണ് ഇത്തരത്തിലുള്ള വകുപ്പുകൾ ചാർത്തി അദ്ദേഹം എനിക്കെതിരെ ഒരു വക്കീൽ നോട്ടീസ് ഫയൽ ചെയ്യുകയുണ്ടായത്.
വ്യാജ എസ്റ്റിമേറ്റ് ആണ് നിങ്ങൾ പുറത്തുവിട്ടതെന്നാണ് പറയുന്നത് MLA. അതെ, ഞാൻ ഈ ഒരു അംഗൻവാടിയുടെ വീഡിയോ ചിത്രീകരിക്കുന്ന സമയത്ത് വ്യാജ എസ്റ്റിമേറ്റ് ഉപയോഗിച്ചാണ് വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം വക്കീൽ നോട്ടീസിൽ ആദ്യത്തെ വരികളിൽ തന്നെ ആരോപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വ്യാജ എസ്റ്റിമേറ്റ് ആണോ അല്ലയോ എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകൾ സഹിതം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രതികരണം എന്നുള്ള രീതിയിൽ എൻ്റെ ഔദ്യോഗിക പേജിൽ തന്നെ ഞാനൊരു വീഡിയോ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒന്നുകൂടെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഈ വാർഡിലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയിലെ ജനപ്രതിനിധി, അതായത് പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റുമായിരുന്ന വ്യക്തിയാണ് ഈ ഒരു അംഗൻവാടിയുടെ, അതായത് ഞാൻ വ്യാജമെന്ന് പറഞ്ഞല്ലോ, അതായത് ഞാൻ വ്യാജ എസ്റ്റിമേറ്റ് ഉപയോഗിച്ചാണ് വീഡിയോ ചിത്രീകരിച്ചതെന്ന് പറഞ്ഞല്ലോ, ആ എസ്റ്റിമേറ്റ് ഇദ്ദേഹമാണ് പുറത്തുവിടുന്നത്. അത് വ്യാജമായിട്ടുള്ള ഒരു എസ്റ്റിമേറ്റും കാര്യങ്ങളും ഒന്നും തന്നെയല്ല. അദ്ദേഹമാണ് പുറത്തുവിടുന്നത് ആദ്യമായിട്ട്. അദ്ദേഹം 2025 നവംബർ മാസം 30-ാം തീയതിയാണ് ഈ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ പുറത്തുവിടുന്നത്. ഇതെന്തിനു വേണ്ടിയാണ് അദ്ദേഹം ഈ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ പുറത്തുവിട്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നമുക്കറിയാം, ഞാൻ ഓൾറെഡി തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഈ വാർഡിലെ അംഗൻവാടി ജീവനക്കാരി അടക്കം സ്വതന്ത്രമായി നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. അതും അവർ വീട് വീടാന്തരം കയറി പറയുന്നതും ഈ ഒരു അംഗൻവാടി വിഷയത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞാണ് വോട്ടിന് തേടി ഇറങ്ങുന്നത്. അപ്പോൾ വ്യാപകമായി ജനങ്ങൾക്കിടയിൽ ഈ അംഗൻവാടിയെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള പ്രതിഷേധവും കാര്യങ്ങളൊക്കെ ഉയരുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഈ വാർഡിലെ ജനപ്രതിനിധിയായിട്ടുള്ള വ്യക്തി 2025 നവംബർ മാസം 30-ാം തീയതി ഈ എസ്റ്റിമേറ്റ് ഔദ്യോഗികമായി പുറത്തു വിടുകയും തങ്ങളുടെ ഭാഗത്ത് വീഴ്ചകളൊന്നും തന്നെ ഇല്ല, ഗ്രൗണ്ട് ഫ്ലോറിന് ഇത്ര ചിലവായി, അല്ലെന്നുണ്ടെങ്കിൽ സൈഡ് കെട്ടുവാൻ ഇത്ര ചിലവായി എന്നുള്ളത് കാണിക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ പുറത്തു വിടുന്നത്. പിന്നെ ഇത് വ്യാജമായിട്ടുള്ളൊരു എസ്റ്റിമേറ്റും കാര്യങ്ങളും അല്ല. ഞാൻ 2-3 അഭിഭാഷകന്മാരെ ഈ ഒരു വിഷയത്തിൽ സമീപിക്കുകയും അവരെ ഒക്കെ തന്നെ ഈ ഒരു എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുകയും ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വ്യാജമായിട്ടുള്ളൊരു എസ്റ്റിമേറ്റും കാര്യങ്ങളും ഒന്നും തന്നെയല്ല. അത് തന്നെയല്ല, 17 ലക്ഷം രൂപ മുടക്കി ചിലവാക്കിയിട്ടുള്ള ഒരു അംഗൻവാടി കെട്ടിടം തന്നെയാണ്. നമുക്കറിയാമായിരിക്കുമല്ലോ, MLA അടക്കം പല പോസ്റ്റർ കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുള്ളതാണ്. നാട്ടുകാരുടെ പിന്തുണയുണ്ടോ? തീർച്ചയായിട്ടും ജനങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എന്നെ പരിപൂർണമായും പിന്തുണയ്ക്കുന്നു. അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലടക്കം വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരും നേതാക്കന്മാരും അടക്കം എനിക്ക് പരിപൂർണ്ണ പിന്തുണയുമായി ഫേസ്ബുക്കുകളിലടക്കം പോസ്റ്റുകളുമായി വന്നത്. നിയമപരമായിട്ട് തന്നെ നേരിടും MLAയുടെ വക്കീൽ നോട്ടീസ്? തീർച്ചയായിട്ടും ഞാൻ MLAക്ക് എനിക്ക് വന്നിട്ടുള്ളതായിട്ടുള്ള വക്കീൽ നോട്ടീസിൽ മറുപടിയായിട്ട്, അതായത് റിപ്ലൈ നോട്ടീസ് ഞാൻ അയച്ചിട്ടുണ്ട്. അത് തന്നെയല്ല, ഞാൻ പറഞ്ഞല്ലോ, നിരവധി അഭിഭാഷകന്മാരെ ഞാൻ ഈ ഒരു വിഷയത്തിൽ, അതായത് എൻ്റെ സുഹൃത്തുക്കളായിട്ടും അല്ലാതെയുമായിട്ടുള്ള അഭിഭാഷകന്മാരെ ഞാൻ ഈ ഒരു വിഷയത്തിൽ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാം പറയുന്നത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ഞാൻ ചെയ്ത ചിത്രീകരണത്തിൽ അല്ലെങ്കിൽ വീഡിയോയിൽ യാതൊരുവിധ തരത്തിൽ MLA അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു, അതായത് മോശമായിട്ട് ചിത്രീകരിക്കുന്ന തരത്തിലുള്ള ഒരു എലമെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അത് തന്നെയല്ല, ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എനിക്കെതിരെ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ, ഈ ഒരു വകുപ്പുകളുമായിട്ട് എൻ്റെ വീഡിയോ യാതൊരുവിധ തരത്തിലുള്ള വസ്തുതയുമില്ല. 17 ലക്ഷം എന്ന് പറയുന്നത് അഴിമതിയാണെന്ന് പറയുന്നു, അതിന് മറുപടി MLA നൽകിയിട്ടില്ല. ഇല്ലില്ല. അതായത് ഒരു ഉത്തരവാദിത്തപ്പെട്ട, എന്തായാലും ഞങ്ങളെപ്പോലുള്ള സാധാരണ ജനങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള ഒരു MLA ആണല്ലോ അദ്ദേഹം. തീർച്ചയായും ഇത്തരത്തിലുള്ള ഒരു അലിഗേഷൻ, അതും ഞാൻ പറഞ്ഞില്ല, അംഗൻവാടി ടീച്ചർ അടക്കം സ്വതന്ത്രമായി നിന്ന ഒരു സാഹചര്യത്തിൽ ഇത്രയും വലിയൊരു അലിഗേഷൻ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ സ്ഥിതിക്ക്, ഇപ്പം നമുക്കറിയാം നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പം ചെയ്തത് എന്താണ്? ജനങ്ങൾ, അതായത് ശബ്ദിക്കുന്ന യുവാക്കളെ അടിച്ചമർത്തപ്പെടാൻ ശ്രമിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പ്രതികരണമാണോ നടത്തേണ്ടിയിരുന്നത്? ഈ ഒരു അംഗൻവാടിയിൽ ക്രമക്കേടുകൾ സംഭവിച്ചിട്ടുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം കൃത്യമായി, അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹവുമായിട്ട് ഇതിനകത്ത് ബന്ധമില്ല എന്നുണ്ടെങ്കിൽ ഇത് ആരാണോ ചെയ്ത് ഇതിനകത്ത് എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായി അന്വേഷിച്ചിട്ട് അതിന് കൃത്യമായ മറുപടിയാണ് അദ്ദേഹം നൽകേണ്ടിയിരുന്നത്. ഈ വിഷയത്തിൽ നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിക്കാം. നമുക്ക് പറയാനുള്ളത്, ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നത് 17 ലക്ഷം രൂപയാണ് ഇതിൻ്റെ വകയിരിക്കുന്ന തുകയെന്ന് പറയുന്നത്. അപ്പോൾ ഈ 17 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് കാണാം, ഈ പിന്നെ നമ്മുടെ പിന്നിൽ കാണുന്ന ഈ അംഗൻവാടി ഉണ്ടോയെന്ന്. കാരണം ലൈഫിൻ്റെ പദ്ധതിയിൽ പോലും സർക്കാർ കൊടുക്കുന്ന തുച്ഛമായ പൈസ 6 ലക്ഷം, 4 ലക്ഷം രൂപ മുതൽ 6 ലക്ഷം രൂപ വരെ ഒരു വീടിന് കൊടുക്കുന്നത്. അതും 600 സ്ക്വയർ ഫീറ്റിനാണ് പറയുന്നത്. ഇത് ഏകദേശം ഒരു 400 സ്ക്വയർ ഫീറ്റാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കോമ്പൗണ്ട് ഉൾപ്പെടെ എത്ര നമ്മൾ കണക്ക് കൂട്ടിയാലും ഒരു 17 ലക്ഷം രൂപയുടെ എമൗണ്ടിനുള്ള ഇതില്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ ജനങ്ങൾ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും എതിർക്കുന്നത്. ഈ നാട്ടിലെ, ഈ വാർഡിലെ വിവാദമായിരുന്നല്ലേ കഴിഞ്ഞ ഇലക്ഷൻ? ഇത് വളരെ ഒരു വിവാദമായതാണ്. ഇതിനെതിരെ അംഗൻവാടി ജീവനക്കാരി തന്നെ വളരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കുകയുണ്ടായി. അംഗൻവാടി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വിഷയം വിവാദമായ സാഹചര്യത്തിൽ തന്നെ എസ്റ്റിമേറ്റ് എടുത്ത ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനായി അറിയിച്ചിരുന്നുവെന്ന് പ്രമോദ് നാരായണൻ MLA വ്യക്തമാക്കിയിട്ടുണ്ട്. ബിൽ പ്രകാരമല്ല, എസ്റ്റിമേറ്റ് പ്രകാരമാണ് ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ അംഗൻവാടി നിർമ്മിച്ചിരിക്കുന്ന കരാറുകാരൻ ഒരു
കോൺഗ്രസ്സുകാരനാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത് രാഷ്ട്രീയ പ്രചരണ ആയുധമായി ഈ വിഷയം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വീഡിയോയിൽ പറയുന്നത് ജനപ്രതിനിധിയായി MLA യെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അഴിമതി നടത്തുന്നതിനല്ല എന്നൊരു പ്രയോഗമുണ്ട്. അതിനെതിരെയാണ് ഇപ്പോൾ മാനനഷ്ടത്തിനായി കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതേസമയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം കൊഴുക്കുകയാണ്. പ്രമോദ് നാരായണൻ MLA-ക്കെതിരെ വ്യാപകമായ ആരോപണങ്ങളാണ് ഉയരുന്നത്. കൂടുതൽ ആളുകൾ ഈ അമൽ ഷിബുവിന് പിന്തുണയുമായി വരുന്നുണ്ട്. 17 ലക്ഷം രൂപ മുടക്കി ഇങ്ങനെയൊരു അംഗൻവാടി നിർമ്മിച്ചപ്പോൾ അവിടെ ഇത്തരത്തിലുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്നൊരു ആക്ഷേപമാണ് ഇപ്പോൾ ജനങ്ങളും ഉന്നയിക്കുന്നത്. ക്യാമറമാൻ ജിതിനൊപ്പം CR സാം, മറുനാടൻ മലയാളി, പത്തനംതിട്ട.